ദിവസത്തിന് ടോട്ടലി നമുക്ക് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്നാമത്തേൽ നമ്മുടെ പെരുന്നാളാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അമ്മുവിൻ്റെയും ഡോണിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് 1 വർഷം തികയാണ് കേട്ടോ. അവരുടെ ഒരു വെഡ്ഡിങ് ജേർണി ഇന്നത്തേക്ക് ഒരു 1 ഇയർ ആയിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെയും അതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെയും ഒക്കെ ഒരുക്കത്തിൻ്റെ ഒപ്പം തന്നെ ഡോൺ നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ. ഒരു 3 ദിവസത്തേക്ക് നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സർപ്രൈസസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ശനിയാഴ്ച പ്രോൺസ് വെച്ചിട്ട് ഒരു ബട്ടർ പ്രോൺസ്, എന്താ പറയുക, 1-2 ഇത്തിരി വലിയ പേരാണ് കേട്ടോ. ഞാൻ ഓൾറെഡി റീൽ ചെയ്തിട്ടുണ്ട്. ആ റെസിപ്പിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ആണ് ഉണ്ടാക്കിയത്. സൺഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാഫ് പ്രിപ്പറേഷനൊക്കെ ചെയ്ത് ഇനി ബാക്കി ഫ്രഷ് ക്രീം ഒഴിക്കേണ്ട കാര്യം കൂടെ ഉള്ളൂ. അത് നമ്മൾ എനിക്ക് തോന്നുന്നു ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു ചെയ്തത്, രാവിലെ തന്നെ കേട്ടോ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ചെറിയൊരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്തതാണ്. അമ്മു എന്ത് സർപ്രൈസ് ഒരുക്കിയാലും അത് അവിടെ ഫ്ലോപ്പാണ്. എയർപോർട്ടിൽ വെച്ചപ്പോൾ ഇതുപോലൊരു സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ രാത്രി അവന് എനിക്ക് തോന്നുന്നു 2:30 സമയത്തൊക്കെയാണ് എത്തിയത് ഇവിടെ വീട്ടിൽ കേട്ടോ. 11 മണി ടൈമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 2 മണി ടൈമായിരുന്നു. അപ്പോൾ ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് ആയിരുന്നു ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതും ഫ്ലോപ്പായി. അങ്ങനെ എന്നാലും ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു കുഞ്ഞി കേക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതാണ് നമ്മളുടെ പിറ്റേ ദിവസം സൺഡേ വൈകിട്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്ന് അമ്പൊക്കെ കയറി പള്ളിയിലൊക്കെ പോയി നേർച്ചയൊക്കെ ഇട്ട് വന്നതിന് ശേഷത്തെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളാണ് കേട്ടോ കാണുന്നത്. ഫൈനലി ഉള്ള ഡെക്കറേഷൻ പരിപാടികളാണ്. പലക്സാട്ടും അവളും ഞാനും ഡോണും എല്ലാവരും കൂടിയിട്ടാണ് ചെയ്തത്. മെയിൻലി അവർ 2 ആളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോണിൻ്റെ വീട്ടിൽ നിന്ന് പപ്പ, അമ്മ, അങ്ങനെ കുറച്ച് 1-2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ വഴി കാണാം. കുറച്ചേരം പിടിച്ചോട്ടാ ഫോട്ടോ എടുക്ക കൊടുക്ക നോക്കൊന്നും കിട്ടില്ല കേട്ടോ. ആലപ്പറ്റ അവിടെ തിരുമലിക്ക്
അമ്മച്ചി ഇങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നിൽക്കുന്നു. ഒരു മിനിറ്റ് കിട്ടിയിട്ടില്ല. ഉണ്ണി വേറെ ഓർമ്മ തിരിയാൻ പറ്റില്ല. അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ കമ്പിത്തിരിയും ഈ പടക്കം വാങ്ങിച്ചില്ല തോന്നുന്നു കേട്ടോ. പടക്കം ഉണ്ടായി പോവുക, അങ്ങനെ നല്ല രസമായിരുന്നു പെരുന്നാളിന്. അത് കഴിഞ്ഞിട്ട് എന്താ കുറച്ച് നേരം ഇങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ്, അതായത് ഈ പടക്കം പൊട്ടികളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്തു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേ നമ്മളുടെ പെരുന്നാളും വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം കൂടെ തകർത്ത് എന്താ പറയുക നല്ല ഒരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്യാപ്പ്
ആ ഒരെണ്ണൂടി ഉണ്ട് ഒരെണ്ണൂടി. അമ്മോ ഇതിലുണ്ട് കത്തിക്കാൻ ചെറുതോള്. ഓരോടി ഉണ്ട് അമ്മുവോ അമ്മുവാ അവ കത്തിച്ചു വരണം. ആന്നെ രണ്ടാമത്തെ അല്ലടി. ദേടാ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കത്തിക്കറാ. ജടിക്കണ ജടി ഏയ് ആ സ്റ്റാൻഡ് എവിടെയാടി ഇത് വെക്കുന്നത്? കാശ് കൊടുത്തിട്ട് സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ടായില്ലേ നിങ്ങള്? അതെവിടെയാ? ഇതിലുണ്ട് ഏറ്റത് ഏറ്റത് ഏറ്റത്. അവനെ കമ്പിത്തിരി കഴിഞ്ഞു ഡോണ്ട. ആ ഇസ ആയിരിക്കുന്നത് ഈ സ്ഥലം എടുത്തിരിക്കുന്നത്. ഇസ ആട്ടത്തിരിക്കുന്നത് കത്തി നീ ഓരോന്ന് നീ കൊണ്ടുവയ്ക്കണ്ടേ അതിനിടയില്? എന്തുട്ടാ ഇത് ചമ്മുവോ ഇത് കത്തി ചമ്മുവോ മാറി 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 ഇത് കത്തി ഇത് കത്തി കത്തി ഇത് കത്തി ഇസ ഇസ ഇത് ഇത് മാറ നീ ഏതി ഓടി ചാടി പോണേടാ. നിന്റെ പപ്പിയും മമ്മിയും കത്തിയിട്ട് കത്താത്തത് എന്നിട്ടാ വലിയ കമ്മിറ്റി എടുത്തമ്മ അതുകൊണ്ട് കത്തണ്ടാവും കഴിഞ്ഞ
അറിയില്ലേ കത്താത്ത പടക്കമില്ല എന്ന് പറഞ്ഞില്ലേ പ്രശ്നമില്ല